Ladies and gentlemen, മറ്റൊരു ഇൻഡിപെൻഡൻസ് ഡേ ഓഫർ ആമസോൺ ആൻഡ് ഫ്ലിപ്കാർട്ട്. എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ല. എന്തിനാണെങ്കിലും ഇതൊരു ചടങ്ങാണല്ലോ, നമ്മളിങ്ങനെ വീഡിയോ ഇടണം, വല്ല നല്ല ഓഫർ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തരണമെന്നൊരു ആഗ്രഹമുണ്ട്. പണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു, 6000 ഒക്കെ ഫ്ലാറ്റ് ഓഫൊക്കെ കിട്ടുമായിരുന്നു, കൂപ്പൺസ് കിട്ടുമായിരുന്നു. ഇപ്പം അങ്ങനെയില്ല. SBI, പിന്നെ ICICI ബാങ്ക് തുടങ്ങിയ ബാങ്കിൻ്റെ കാർഡ്സോ ക്രെഡിറ്റ് കാർഡ്സോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഈ വീഡിയോ എന്തെങ്കിലും രീതിയിൽ യൂസ്ഫുൾ ആവാൻ സാധ്യതയുണ്ട്. അല്ലാത്ത പക്ഷം കണക്ക് തന്നെ കേട്ടാ. എന്തിനാണെങ്കിലും ഇതാ അടക്കണം, ഗ്രേറ്റ് ഫ്രീഡം ഫെസ്റ്റിവൽ സ്റ്റാർട്ടിങ് 6th. ശരി ഇതൊക്കെ ആദ്യം വായിച്ചു നോക്കണം കേട്ടോ. സ്റ്റാർട്ട് ഷോപ്പിംഗ് അപ് ടു 3000 വിത്ത് SBI ക്രെഡിറ്റ് കാർഡ് ആൻഡ് ഞാൻ പറഞ്ഞില്ലേ, ഈ നിങ്ങൾ പെട്രോൾ പമ്പിലൊക്കെ പോയി നിൽക്കുമ്പോൾ SBIയുടെ ക്രെഡിറ്റ് കാർഡ് വരുമ്പോൾ നിങ്ങൾ മറ്റേ ആട്ടി വിടൂല ചെറുക്കന്മാരെ, ഇങ്ങനത്തെയൊക്കെ ഓഫർ വേണമെങ്കിൽ ആ ചെറുക്കന്മാരെ ഒന്ന് ഇനി പൂജിക്കേണ്ടി വരും കേട്ടോ. ബ്ലോക്ക് ബസ്റ്റർ ഡീല് നോക്കിയാലോ. ബ്ലോക്ക് ബസ്റ്റർ ഡീൽ OnePlusന്റെ എന്തോ ഒരു ഐറ്റം ഗൈസ്. OnePlus Buds 3 4908 രൂപ. ലിമിറ്റഡ് ഡീലാണ്. ഇത് തന്നെയല്ലായിരുന്നു എൻ്റെ പ്രൈസ്. 5000 രൂപ, 2 രൂപയാണോ ഡിസ്കൗണ്ട്? അമ്മോ എൻ്റെ അമ്മച്ചി, എനിക്ക് തല ഇറങ്ങണം ആദ്യമേ തന്നെ. അപ് ടു 500 ഡിസ്കൗണ്ട് ഓൺ SBI ക്രെഡിറ്റ് കാർഡ്. അടിപൊളി. ബ്ലോക്ക് ബസ്റ്റർ തന്നെ അണ്ണാ, ബ്ലോക്ക് ബസ്റ്റർ തന്നെ എൻ്റെ അണ്ണാ. OnePlusന്റെ Buds 2 എന്ന് പറയുന്ന നെക്ക് ബാൻഡിന് 1398. ഇവിടെയും SBIയുടെ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 500 രൂപ കുറഞ്ഞ് കിട്ടും. എനിക്ക് ചെറിഞ്ഞ് വരണുണ്ട്, ഞങ്ങൾ വിട്ടിരിക്കുകയാണ്. വെറുതെ എന്തിനാണ് എനിക്ക് പ്രഷർ കയറ്റിയിട്ട് എൻ്റെ തലയുടെ മറ്റേ നരമ്പ് പൊട്ടിക്കാനായിട്ട്. എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. സാംസങ്ങിൻ്റെ ഹാർഡ് ഡിസ്ക്, ക്രൂഷ്യലിൻ്റെ ഹാർഡ് ഡിസ്ക്, ഈ സാധനം അടിപൊളി, അത്യാവശ്യം ബെറ്ററാണ്. 800. ഇത് നല്ല ഇതാണ് കേട്ടോ. നിങ്ങൾക്ക് 1 TB പോർട്ടബിൾ SSD വേണമെന്നുണ്ടെങ്കിൽ 800 MB സെക്കൻഡ്സ്, അതായത് 1050 അല്ല, അത്യാവശ്യം അതിൻ്റെ താഴെ നിൽക്കും. 3.2. ഇത് നല്ലൊരു സാധനമാണ്. ഇത് നല്ല പ്രൈസാണ്, 6500 rupees. ദിസ് ഈസ് എ റിയലി ഗുഡ് ഓഫർ. ബിക്കോസ് നമ്മളിവിടെ ഓഫ്ലൈൻ സ്റ്റോറിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സെയിം സാധനം 7800 രൂപയ്ക്ക് കിട്ടത്തുള്ളൂ. സോ ബെറ്റർ ടു ബൈ ഇറ്റ് ഫ്രം ദിസ്. പിന്നെ SBIയുടെ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ അഡീഷണൽ 649 rupees കുറയും. കാർഡില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ നമ്മൾ ഗൈസ്. ഇതാണ് സാംസങ്ങിൻ്റെ SSD. എത്രയുടെ? 16,000 രൂപ. വേണ്ട. ട്രെൻഡിങ് ഡീൽസ് നോക്കാം ഗൈസ്. ട്രെൻഡിങ് പാൻറ്റ്, ഷർട്ട്, ആശ തുടങ്ങിയ സാധനങ്ങളൊക്കെയാണുള്ളത് കേട്ടോ. മൊബൈൽ 2 പാടേ ഉള്ള മൊബൈൽസിൽ. എന്തൊരു കോമഡിയാണ്. എന്തോ ഇവിടെ ഒരു തകരാറ് പോലെ. ഇല്ലല്ലോ ഉണ്ട്. ഉള്ള ഗ്രാൻഡ് ഫ്രീഡം ഫൈൻസ്, അതിൻ്റെ വലിയ ബാനറൊക്കെ കണ്ടോ. എന്നിട്ടൊരു പ്രാവിനെയൊക്കെ പറത്തി വിട്ടേക്കാണ്. നമ്മുടെ പീസ് ഓഫ് മൈൻഡ് പോവും ഈ ഡിസ്കൗണ്ടിൻ്റെയൊക്കെ വില കേട്ടിട്ട്. iQOO Z9 Lite 10,000 രൂപ. ഫോണ് തന്നെ എനിക്ക് അത്ര വലിയ താല്പര്യമില്ല. iPhone 13 47,999. അതായത് SBIയുടെ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ 1000 രൂപ കുറഞ്ഞ് കിട്ടുമെന്ന് പറഞ്ഞ പരിപാടിയില്ല. അതാണ് എല്ലാം SBI ആണ്. ഈ S21 FE 5G എടുക്കല്ലേ കേട്ടോ. 25,000-ന് സ്നാപ്ഡ്രാഗൺ 888 ഒക്കെ വെച്ച് വരുന്ന ഫോണാണ്. അത്യാവശ്യം കുഴപ്പമില്ല, പക്ഷെ ഭയങ്കര ചൂടാവും ആ ഫോൺ. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഈ സാധനം എടുക്കാൻ പറയൂല. Nord 4 CE4 Lite ഒരിക്കലും എടുക്കരുത്. ഉള്ള കാര്യം പറയല്ല. കൂറ എന്നല്ല, ഒന്നുമില്ല. കഴിഞ്ഞ വർഷം ഇറങ്ങിയില്ലേ ഇത്. മോട്ടോറോള റേസർ 40 അൾട്രയ്ക്ക് 46,000 രൂപയുള്ള. നല്ല നഷ്ടമായി പോയല്ലോടേ. ഈ വിലയുള്ളൂ കേട്ടോ മോട്ടോ റേസർ. എല്ലാവരും IT നെറ്റിൽ പോകണ്ട, ഇവിടെ നിന്ന് മേടിച്ചാൽ മതി. ആമസോണിൽ നിന്ന് ഫ്ലിപ്പ് ഫോൺ മേടിക്കണമെന്ന്. ഇപ്പം ഞാൻ ഉമ്മാക്ക് മേടിച്ചു കൊടുത്തു. നിങ്ങൾ പ്രീവിയസ് വീഡിയോയിൽ കണ്ടു. IT നെറ്റിൽ 65,000 രൂപയാണെന്നാണ് പറഞ്ഞത്. അയ്യോ, ഇത് വെറും എനിക്ക് നഷ്ടമാണ്. 46,749 രൂപയുള്ളൂ. അപ്പോൾ ഫോൾഡ് ഫ്ലിപ്പ് മേടിക്കണം. കഴിഞ്ഞ വർഷം ഇറങ്ങിയ ഫോണാണ്. സ്നാപ്ഡ്രാഗൻ്റെ 8+ Gen 1 ആണ് ചിപ്സെറ്റ്. 165 Hz റിഫ്രഷ് റേറ്റ്, 32 MP സെൽഫി, 30 വാട്ടിൻ്റെ ടർബോ ചാർജ്, ഇൻസൈഡ് ദ ബോക്സ് ഉണ്ട്. 8+ Gen 1 ആണ് ചിപ്സെറ്റ്. അത്യാവശ്യം ഡീസൻറ്റ് ചിപ്സെറ്റാണ്. അപ്പോൾ ഫ്ലിപ്പ് ഫോൺ മേടിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇതൊരു നല്ല ഓഫറാണ് ഗൈസ്. ഇതിൽ നിങ്ങൾക്ക് സെലക്റ്റഡ് ക്രെഡിറ്റ് കാർഡ്സിൽ അഡീഷണൽ 3669 രൂപ ഓഫർ കിട്ടും. ഈ മറ്റേ IT നെറ്റിൽ പോയി മേടിക്കണ്ട കേട്ടോ. അയ്യോ, അത് 65,000 രൂപയാണ് അവർ പറഞ്ഞേക്കണത്. വെറും 45,000 രൂപയേ ഉള്ളൂ ഈ ഫോണിന്. OnePlus ഓപ്പണിൻ്റെ വില പറഞ്ഞു ഗൈസ്. 1,39,000 തന്നെയാണല്ലോ. അല്ല, നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ SBIയുടെ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 19,000 രൂപയുടെ ഡിസ്കൗണ്ട്. SBIയുടെ ക്രെഡിറ്റ് കാർഡ് എല്ലാവരും മേടിച്ച് വെച്ചോ.
ആമസോണിൽ നിന്ന് ഫോൺ മേടിക്കണമെന്ന് ഇനി ആഗ്രഹമുള്ളവർക്ക് എന്നെ കൊണ്ട് തന്നെ അവന്മാർ പറയിപ്പിച്ച് SBIയുടെ കാർഡ് മേടിക്കുക എന്നാ കൊള്ള. അല്ലെങ്കിൽ സംഭവം ഫോൺ പൊളിയാണ്. ഇറ്റ് ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ഫോൾഡബിൾ ഫോൺസ് ഐ ഹാവ് എവർ യൂസ്ഡ്. സാംസങ് ഗാലക്സി S24 5G എച്ചിനോസ്. അത് എച്ചിനോസ്, ഞാൻ ഇതൊരിക്കലും വാങ്ങിക്കാൻ പറയില്ല കേട്ടോ. ഞാൻ പറയില്ല, എച്ചിനോസാണ് എച്ചിനോസ്. ടെക്നോ ഫാൻറ്റം V Fold. അയ്യോ മക്കളെ, ഞാൻ ഇത് ഒരിക്കൽ എടുത്ത് ഇവിടെ റിവ്യൂ ചെയ്തിട്ടിട്ടുണ്ട്. എൻ്റെ ഈ ചാനലിൽ കയറി നോക്കിയാൽ കഴിഞ്ഞാൽ കാണാം. ശോക ഫോണാണ് കേട്ടോ, മേടിക്കരുത്. കൂപ്പണെങ്കിലും കൂപ്പണുണ്ടോ ഇവിടെ 1000 രൂപ കുറയുടെ 32,999 രൂപയ്ക്ക് കിട്ടും. വേണ്ട അപ്ലൈ കൂപ്പൺ. അഡീഷണൽ നിങ്ങളതിൽ ഓൾ കാർഡ്, ഏത് കാർഡ് ബാങ്ക് കാർഡ് വെച്ച് നിങ്ങൾ ഉരച്ചാലും 3000 രൂപയുടെ ഡിസ്കൗണ്ട് കിട്ടും. കൊള്ളാം. പ്രോസസ്സർ കൊള്ളാം, ലുക്ക് കൊള്ളാം, ആമലഡ് പാനലി സാധനം അടിപൊളിയാണ്. മറ്റേ പാരീസിലെ ഏതോ ഒരു ചേച്ചിയുടെ മറ്റേ സ്റ്റുഡിയോ വരെ സെറ്റപ്പൊക്കെ ചെയ്യാനുള്ളത് അടിപൊളി സാധനം. ഇത് മാജിക് OS മറ്റേ ബ്ലോട്ട് വേസോ ആഡ്സോ പരിപാടികളൊന്നുമില്ല. ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ചോയ്സാണ് കേട്ടോ. ഓണർ 200. ലാവ ബ്ലേസ് എക്സ്. റെഡ്മി 13 5G നിങ്ങൾ എൻ്റെ ഈ ചാനലിൽ റിവ്യൂ ഉണ്ട്. നല്ല ഫോണാണ്. നിങ്ങൾക്ക് 14,000 രൂപയുടെ സാധനം 13,000 രൂപയ്ക്ക് കിട്ടും. ഇതാണ്ട അപ്ലൈ 1000 കൂപ്പൺ. 15,000 താഴെ ആണ് ആ ഫോൺ. 15,000 മുകളിൽ CMF by Nothingൻ്റെ ഫോൺ എടുക്കുക. OnePlus 12 ഓഫറുണ്ട് ഗൈസ്. ലെറ്റ് സി. 42,000 രൂപ പോടാ. അയ്യോ OnePlus 12 ആണ്. ഞാൻ 12 സോറി, ഐ എം സോറി ഗൈസ്, ഐ എം സോറി. പിന്നെന്തിര് അത് തന്നെ, കൂപ്പണുമില്ല ജട്ടിയില്ല ഒന്നുമില്ല. 1000 രൂപ കുറഞ്ഞ് കിട്ടും SBIയുടെ കാർഡ് ഉണ്ടെങ്കിൽ. തേഞ്ഞൊട്ടി. റിയൽമി GT 60 5G 26,000 രൂപ എന്നൊക്കെ എഴുതി വെച്ചേക്കണം കേട്ടോ. ഉള്ള തന്നെ എന്തോ 30,000 31,000 രൂപ. അടേ 4,000 കൂപ്പൺ അടേ. യോ മോനെ, എന്ത് ഇടാ ആമസോൺ എന്ത് പറ്റി അടിയാ. ലെറ്റ്സ് ഗെറ്റ് ടു ദ ബിസിനസ് ഗൈസ്. വി ഹാവ് ഗുഡ് ഓഫേഴ്സ്. ഈ ഫോൺ അടിപൊളിയാണ്. സ്നാപ്ഡ്രാഗൺ 7+ Gen 3യുടെ ചിപ്സെറ്റ്, അത്യാവശ്യം നല്ല ക്യാമറ, ഡിസ്പ്ലേ അടിപൊളിയാണ്. പിന്നെ റിയൽമി ആയതുകൊണ്ട് ബ്ലോട്ട് വേസും ആഡ്സും അങ്ങനെ കുത്തി നിറച്ചാണ് തരുന്നത്. എന്നാലും 4,000 രൂപ കുറഞ്ഞ് കിട്ടൂടാ. 26,000 രൂപയ്ക്ക് ഈ ഫോൺ അടിപൊളിയോടായി. ഏത് കാർഡ് വെച്ച് വരച്ചാലും കിടാം. അപ്പോൾ ഈ കറക്റ്റ് പ്രൈസ് ഇത് കാണിച്ചേക്കാം. ഓ മൈ ഗോഡ്, എന്ത് പറ്റി ആ മൊയ്തീൻ. ഡെഫിനറ്റ്ലി എ ഗുഡ് ചോയ്സ്. ആ പ്രൈസിന് 25,000 ഫോൺ നോക്കണവർ ഓടിപ്പടച്ച് പോയി എടുത്തോ കേട്ടോ. നോഡ് C4 22,000 രൂപ. നോഡ് C4 അടിപൊളി ഫോണാണ് കേട്ടോ. SBIയുടെ കാർഡ് ഉണ്ടെങ്കിൽ 2,000 രൂപ കുറഞ്ഞിട്ട്. ക്രെഡിറ്റ് കാർഡ് കേട്ടോ, ഡെബിറ്റ് പോലും ഇല്ല. എനിക്കതാണ് ഈ ക്രെഡിറ്റ് കാർഡ് എടുക്കാന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നവരൊക്കെ കൊള്ളാം. പക്ഷേ വളരെ സൂക്ഷിച്ച് വേണം ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. ഇല്ലെങ്കിൽ നിങ്ങളൊരു വലിയ കടക്കാരനായി മാറും. 69,000 രൂപ കുറഞ്ഞിട്ട് SBIയുടെ ക്രെഡിറ്റ് കാർഡ് കിട്ടുമ്പോൾ അതിനാണ്. ഞാൻ പണ്ടത്തെ പോലെ ഇപ്പോൾ ആപ്പിളിനൊന്നും വലിയ ഇത് അവന്മാർ പിടിക്കുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവും. ആപ്പിളിന് സെയിലില്ലാത്തതിൻ്റെയൊക്കെ ആയിരിക്കും. അവന്മാർ പറയായിരിക്കും ഡേ വെറുതെ നാട്ടുകാർക്ക് കൊടുക്കാതെ എന്ന് പറയായിരിക്കും. അത് വില കുറഞ്ഞു കേട്ടാ. ഈ സാധനം 65,000 രൂപയായിരുന്നു. അതിൽ നിങ്ങൾ SBIയുടെ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ 6,000 രൂപ കുറഞ്ഞു. അതായത് 55,000 റുപ്പീസിന് നിങ്ങൾക്ക് കാർഡ് ഉണ്ടെങ്കിൽ കിട്ടും. S21 FE S24 Ultra 1,23,000 പോയാറൊക്കെ അവിടെ നിന്ന്. നമ്മളെ കൊണ്ട് തന്നെ എന്തുമാത്രം സമയം SBIയുടെ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയിപ്പിക്കണമെന്നുണ്ടോ. ഇൻഡയറക്റ്റ് മാർക്കറ്റിംഗ്. ഇതൊരു കിട്ടില്ല ഫോണാണ്. അമ്മ ഈ പ്രൈസ് ഒരിടത്തുനിന്നും കൊടുക്കണില്ല കേട്ടോ. മാറ്റാനില്ലെന്നുള്ള ഇതാണ്. 53,000 രൂപ. iQOO 12 സൂപ്പർ ഫോണാണ്. ലാപ്ടോപ്പല്ലേ വേണ്ടത്, വേറെ ഒന്നും നോക്കണ്ടല്ല. മൗസും ഒക്കെ നിങ്ങൾ നോക്കിക്കോളുമല്ലോ. സ്മാർട്ട് വാച്ചിലല്ലോ ഉണ്ടോ നോക്കട്ടെ. ആപ്പിൾ ലാപ്ടോപ്പ് പെണ്ണ് മടിയിൽ വച്ച ഒന്ന്. ഓ മൈ ഗോഡ്, ഉണ്ട് പാട്ട്. ഫയർ ബോൾട്ട് നോയ്സ് കൾട്ട് വാച്ചൊക്കെ ഇറങ്ങിയ ബോട്ട്. ഞാൻ ബോട്ടിൻ്റെയൊക്കെ വാച്ചൊക്കെ മേടിച്ചിട്ട് വർഷങ്ങൾ കുറേ ആയിട്ടാടേ. മൂൺ വാച്ച്. മൂൺ വാച്ച് എന്നൊക്കെ പറയണ ഒറ്റ നോട്ടത്തിൽ നമ്മൾ വിചാരിക്കും ഒമേഗയുടെ വാച്ചാണെന്ന്. 22,000 രൂപയുടെ വാച്ചിന് അവന്മാർ വെട്ടിയിട്ട് പോയാലും ഈ ബോൾട്ടിൻ്റെ ചെറ്റത്തരങ്ങളാണത്. ഇവന്മാരെ വാച്ച് ചൈനക്കാരന്മാർക്ക് പോലും വേണ്ടാത്ത സാധനങ്ങളാണ് ഇവന്മാർ മറ്റേ പേര് മാറ്റി അടിച്ചിട്ട് നാട്ടിൽ കൊണ്ട് വിൽക്കണത്. 21,000 രൂപ MRP ആണ് എഴുതി വെച്ചേക്കണത്. പിന്നെ 21,000 ഗുണവ നല്ലതൊന്നും ഇല്ലടേ. ഫയർ ബോൾട്ടും ബോട്ടൊക്കെ ഉള്ളത്. അപ്പോൾ ബോട്ടിൻ്റെ മൊയിലാളിയുടെ മോന്ത തന്നെ ആണ് വെച്ചേക്കണത്. ആരും എൻ്റെ സാധനം എൻഡോസ് ചെയ്യണ്ട, ഞാൻ സ്വന്തമായി എൻഡോസ് ചെയ്യും. സാംസങ് ഫിറ്റ് 3 ഒന്നുമില്ല കേട്ടോ. ഇത് വെറും ഉടായ്പ സെറ്റപ്പാണ്. ഓണർ ചോയ്സ് ക്രോസ് ബീറ്റ് ദീപ. ഏതെങ്കിലും പെൺകുട്ടികൾക്ക് റോസ് ഗോൾഡ് വാച്ച് വേണം എന്ന് മാത്രം ഉണ്ടെങ്കിൽ ഇതെടുക്കുക.
ഫയർ ബോൾട്ട്, ഇതൊക്കെ എന്തൊരു ഡംപിങ് ആണ് ഈ കാണിക്കണേന്നറിയോ. എല്ലാം ഒരേ അമ്മ പെറ്റ സാധനങ്ങളാണ് ഈ വാച്ചുകളൊക്കെ. ഏറെക്കുറെ ഒന്നുപോലെയാണ് ഇരിക്കണം യൂസ് ചെയ്യുമ്പോൾ. ആകെ ഇതിലൊരു ഡിഫറൻസ് ഉള്ളത് CMFൻ്റെ വാച്ച് മാത്രമാണ് ഉള്ളത്, പറയാമല്ലോ കാര്യമായിട്ട്. പക്ഷെ ആരും വാങ്ങിക്കില്ല കേട്ടോ. ഞാൻ പറഞ്ഞത് നമ്മൾ വലിയ വില കൊടുക്കുമ്പോൾ ഇതുപോലത്തെയൊക്കെ ജെമിട്ട് സാധനം വാങ്ങിച്ചിടുക, കുറച്ച് നിലയും വിലയെങ്കിലും കിട്ടും. ഇതൊക്കെ ഇട്ടുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ അമ്മരെന്നെ കളിയാക്കും, വലിയ വിലയും കൊടുത്തിട്ട് ദാണ്ടാവൻ മറ്റേ ചെറിയ ഫോണും വെച്ച് കൈ കെട്ടിക്കൊണ്ട് നടക്കണം എന്ന് പറയും. നാണക്കേടാണ്. എന്തിനാണെങ്കിലും ഇത് അൾട്ര മേടിക്കുന്നവർക്ക് സുവർണ്ണ അവസരമാണ്. വെറും 67,000 രൂപയുള്ളൂ. 900,000 രൂപയ്ക്ക് ഇറങ്ങിയ സാധനമാണ് ഇത്. അൾട്ര 1 അടേ, വാച്ച് അൾട്ര 1 ആണ് കേട്ടോ. വേണ്ട മേടിക്കണ്ട, ആരും മേടിക്കണ്ട. നോ. ആപ്പിൾ വാച്ച് സീരീസ് 9 വില കൂടുതലാണ്. നിങ്ങൾക്ക് ആപ്പിൾ വാച്ച് എടുക്കണമെങ്കിൽ നിങ്ങളുടെ മാമനോ മച്ചാനോ അളിയനോ അളിയത്തിയോ ചേച്ചിയോ പെങ്ങളോ അമ്മയോ അനിയത്തിയോ ആരെങ്കിലും ദുബായിലുണ്ടെങ്കിൽ അവിടെ ഒന്ന് മേടിക്കുക ആപ്പിൾ വാച്ച്. ഇത്ര ഉള്ള കഴിഞ്ഞ നല്ല സാധനങ്ങളൊന്നും ഇല്ലേ. ലാപ്ടോപ്പിൽ നമുക്ക് SBIയുടെ ക്രെഡിറ്റ് കാർഡ് തന്നെയാണ് ഇവിടെയും താരം. ബ്ലോക്ക് ബസ്റ്റർ ഡീൽസ് ഓൺ ലാപ്ടോപ്പ്. ഓ മൈ ഗാഡ്, വാട്ട് ഇസ് ദ ഗിമ്മി. എവിടെ ബ്ലോക്ക് ബസ്റ്റർ? എവിടെ ഒന്നും കാണാനല്ലേ. ഇത് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട്. ഇതൊക്കെ ഓഫീസ് ലെവൽ സാധനങ്ങളാണ്, അല്ലാതെ ഒരു കോണ്ടന്റ് ക്രിയേഷൻ വീഡിയോ എഡിറ്റിംഗ് മെഷീനൊന്നുമല്ല. 1,02,000 രൂപ, 4,000 രൂപ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ കുറഞ്ഞ് കിട്ടും. ഗ്രാഫിക്സ് കാർഡ് വല്ലതും ഉണ്ടാടേ, ഡിസ്പ്ലേ ഉണ്ട്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടാവും. ഗ്രാഫിക്സ് ഇൻ്റൽ ആർക്കിൻ്റെ ഗ്രാഫിക്സ് കാർഡിനാണ് 1,00,000 രൂപ. സ്വന്തം പോന്നോ. ഇത് ബേസിക് ലാപ്ടോപ്പാണ് കേട്ടോ ഈ വിവോ ബുക്ക്. ഈ സാധനം ബേസിക്, ചെറിയ കോളേജ് പരിപാടി, എക്സൽ, പവർ പോയിൻറ്റ് തുടങ്ങിയ സാധനങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി മാത്രം ഇത് യൂസ് ചെയ്യുക, വേറെ ഒന്നിനും കൊള്ളൂല. ബെസ്റ്റ് ലാപ്ടോപ്പ് അണ്ടർ 40,000 rupees. ആമസോൺ ആണ് പറഞ്ഞേക്കുന്നത് ഇതൊക്കെയാണ് ബെസ്റ്റ്. പിന്നെ നമ്മളടുത്ത് ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല, അവർ തന്നെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ഓപ്ഷൻസ്. ദെൻ ഇറ്റ്സ് അപ് ടു യു. ഫുട്ടോപ്പിയ അൾട്ടിമസ് പ്രോ. ഇതെന്തൊരു പുതിയ ലാപ്ടോപ്പാടേ, 15,000 ഉള്ളൂ. ഫുട്ടോപ്പിയ അൾട്ടിമസ് സെലറോണാണ്. എൻ്റെ അമ്മച്ചി, ഇന്നൊരു സാധനം ഇട്ട് കഴിഞ്ഞാൽ നാളെ വരും, അത് ഓപ്പൺ ആവും. അമ്മോ. ഐഡിയ പാഡ് സ്ലിം, ബേസിക് സാധനമാണ്, നല്ല ഐറ്റമാണ്. സീരീസിൻ്റെ ഇതാണ് വരുന്നത്, 1 TB. ഞാൻ പറയില്ല, ബേസിക് പരിപാടികൾക്കൊക്കെ അത്യാവശ്യം നല്ലതായിട്ട് സീറ്റായിട്ട് പോകും. ഗെയിമിംഗ് എന്നൊക്കെ ഉള്ള രീതി നോക്കുകയാണെങ്കിൽ RTX 3050 6GB ഗ്രാഫിക്സ് കാർഡ്, 12th Gen HX പ്രോസസ്സർ. HX എന്നൊക്കെ പറയുമ്പോൾ നല്ല രീതിയിൽ ബാറ്ററി തിന്നും, അത്രയേ ഉള്ളൂ. അതായത് കുത്തിയിട്ടിട്ട് കളിച്ചാൽ മതി. എന്തായാലും ഈ പ്രൈസിന് ഈ എണ്ണ അടിപൊളിയാണ്. അപ്പോൾ അതൊക്കെയാണ് ഞാൻ പറഞ്ഞത്, ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ലാപ്ടോപ്പ് എടുക്കുന്ന സമയത്തെന്ന് പറഞ്ഞാൽ i5 i3 എന്ന് പറയുന്ന ബേസിക് ആയിട്ടുള്ള മറ്റേ എക്സൽ പരിപാടി അങ്ങനത്തെയൊക്കെ സാധനങ്ങൾ ചെയ്യാൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ i5 എന്നൊക്കെ പറയുമ്പോൾ കുറച്ചും കൂടെ സ്റ്റെപ്പ് അപ്പ്. പിന്നെ അതിൽ പ്രോസസ്സറാണെങ്കിൽ കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആയിരിക്കും. യും P ഒക്കെ അത്യാവശ്യം ലോ എൻഡ് നിൽക്കുന്നതാണ്, അധികം അതിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. HX എന്ന് പറയുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഇൻ്റലിൻ്റെ രീതി നോക്കുകയാണെങ്കിൽ. റൈസൻ്റെയും അതുപോലെയൊക്കെ തന്നെയാണ്. അപ്പോൾ എന്തിനാണെങ്കിൽ ഇതൊക്കെയാണ് ലാപ്ടോപ്പും മറ്റേതും മറിച്ചതൊക്കെ നമ്മുടെ ഇവിടെ ഉള്ളത്. ഇനി നമുക്ക് മറ്റെവിടെ ഒന്ന് പോവാം, ഫ്ലിപ്കാർട്ട്. എന്താണെങ്കിലും ആദ്യമേ നമുക്കിവിടെ സെയിൽ ഓഫ് ദ ഡേ എന്ന് പറഞ്ഞിട്ട് ദുശകനുമാണ് ഉള്ളത്. ഓപ്പോയുടെ ഫോണാണ്. മൂട് പോയി കംപ്ലീറ്റ് ആയിട്ട് പോയി. റിയൽമി 13 Pro Plus 5G 24,000 രൂപയ്ക്കേ ഉള്ളൂ എന്നാണ് പറയുന്നത്. ഇവിടെ നോക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫ്ലിപ്കാർട്ട് ആക്സിസ് ബാങ്ക് കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 5% ക്യാഷ് ബാക്ക് കിട്ടും. 33,000 രൂപയെന്ന് 1,500 കുറഞ്ഞ എത്രയാടാ? എവിടെയാടാ കണക്ക്? എവിടെയാടാ നീയൊക്കെ എവിടെ നിന്നാടാ കണക്ക് പഠിച്ചത്? അവൻ്റെ ബൈ എക്സ്ചേഞ്ച് അവൻ്റെ അമ്മൂമ്മേരെ കിണ്ടി. രൺവീർ അണ്ണനാണ് ഫോൺ 2 പ്ലസ് 25,000 രൂപ. വേണ്ടെണ്ണ ഫ്ലാറ്റ് 2,000 ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ട് നിങ്ങളുടെ കയ്യിൽ ICICIയുടെ ഒക്കെ കാർഡ് ഉണ്ടെങ്കിൽ. ഇനി അണ്ണൻ്റെ ഉള്ള ഡെഡ്പൂളിൻ്റെ സാധനം 7-ാം തീയതി റിലീസ് കേട്ടോ, ലിമിറ്റഡ് എഡിഷൻ 34,000 രൂപയ്ക്ക് പോക്കോ F6. സാംസങ്ങിനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ സാംസങ് ഗാലക്സി S23 5G സാംസങ് ഗാലക്സി S20 നല്ല ഫോണാണ്, പക്ഷെ 50,000 രൂപ. ഇത് 45,000 എത്രയായിരുന്നല്ലോ ഇവിടെ ഈ കഴിഞ്ഞ കുറച്ച് നാൾ മുന്നേ. ഇതിലായാലും 50,000 ഗുണമാണ് ഇതിന്. 45,000 രൂപയാണെന്നാണ് ഞാൻ കേട്ടത്, പക്ഷേ അല്ല. S23 FE Exynos ആണ്, എടുക്കരുത്. Exynos അയ്യോ കൊല Exynos തള്ള ചൂട് വെട്ടി സ്നാപ്ഡ്രാഗൺ 888 പിന്നെ എന്തിരി Exynos വളരെ മൊത്തം Exynos തന്നെയുടെ.
ആപ്പിൾ മാക്ബുക്ക് എയർ ഫോർ M1 73,000 രൂപ. Oh my god, why so much expensive? You should give this for 50,000 rupees now, man. എത്ര വർഷം പഴകിയ സാധനമാണിത് ഗായ്സ്. വൈ ആർ ദ സ്റ്റിൽ സോ എക്സ്പെൻസീവ്? ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ഇതിനെക്കാട്ടിൽ ഇതെടുക്കുന്നതാണ് നല്ലത് കേട്ടോ. M2 എയർ, സാംസങ് ലാപ്ടോപ്പ്, ഇൻ്റൽ 12th Gen ലാപ്ടോപ്പ്, ഇത്ര ഉള്ള ശരി. നല്ല ഓഫർ കേട്ടോ. ഇഷ്ടം തന്നെ മൈലാളി. വലിയ ഓഫറൊന്നും എനിക്കിവിടെ കാണാൻ പറ്റുന്നില്ല മൈലാളി. എനിക്കിനി കണ്ണ് കാണാത്തതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ മൈലാളി. ഒന്നുമില്ല മൈലാളി. തേച്ച് മലയാളി, തേച്ച് കൈ തന്നത് മൈലാളി. വാഷിംഗ് മെഷീനൊക്കെ ഓഫറുണ്ട് മൈലാളി. എന്താണെന്നാണടേ ഇത്? ടോപ്പ് സെല്ലിങ് സ്മാർട്ട് ഫോൺ. ഇതിലൊന്നും ഇല്ലേടേ. അത് എനിക്കിന്ന് കിട്ടാത്തയാണാടേ. ഇതൊന്നടേ ഇത് എനിക്ക് പറഞ്ഞ ചൊറിയുണ്ടല്ലോ. ആപ്പിൾ 14 പ്ലസിന് 57,000 രൂപ. ഞാനൊരു കാര്യമായിട്ടും പറയണതാണ് കേട്ടോ. ഈ പറയുന്ന ഐഫോൺ 14, 15 ഒക്കെ കഴിഞ്ഞിടേ. എൻ്റെ ഇത് കഴിഞ്ഞ് മറ്റേ സാധനം വരൂല. ആപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞ സാധനം ഇല്ല. സത്യം പറഞ്ഞാൽ നിങ്ങൾക്കൊരു ഫണ്ണായിട്ടുള്ള ഒന്നും ഇല്ല. പിന്നെ നിങ്ങൾക്ക് മറ്റേ iOS 18 ഫീച്ചേഴ്സ് മതിയെങ്കിൽ നിങ്ങൾക്ക് 14 പ്ലസ് എടുത്തു കഴിഞ്ഞാൽ നല്ല ബാറ്ററി ലൈഫാണ്. 15 എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ക്യാമറ, വീഡിയോ ഒക്കെ മറ്റേ 48 മെഗാ പിക്സലിൻ്റെയൊക്കെ ക്യാമറയൊക്കെയാണ് വരുന്നത്. അത്യാവശ്യം നൈസാണ്. സോ 65,500 രൂപയാണ് പ്രൈസ് വരുന്നത് ആപ്പിൾ 15. 12 ഒന്നും എടുക്കരുത്, 13 എടുക്കരുത്. 13 മിക്ക പ്രശ്നം ഡിസ്പ്ലേ അടിച്ചു പോകുന്ന പരിപാടി മൊത്തം വരുന്നത് ഐഫോൺ 13 എല്ലാം ഒന്നും അറിയാമല്ല. പിക്സലി ഒരു ചൂളിയാണ്. 53,000 ഗുണവേറെ 8 ഞാൻ പറഞ്ഞാൽ കൂടി ഇപ്പോൾ പിക്സലിനെ പറ്റി ഒന്നും ഞാൻ പറയുന്നില്ല ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. എനിക്ക് വലിയ ഓഫറൊന്നും കാണാനില്ല. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഓഫർ വരികയാണെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പിടച്ചിട്ടിട്ട് പോവുക. ബെസ്റ്റ് ലാപ്ടോപ്പ് OLED ഇത് നോക്കിയാണ്. ബെസ്റ്റ് സെല്ലിങ് ലാപ്ടോപ്സ് ഫ്രം 10,000 rupees. എന്നിട്ട് OLED ഡിസ്പ്ലേ ആണ്. എന്തൊരു തെണ്ടിത്തരമാണ് കാണിക്കുന്നത്. നോ ഗൈസ്, ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. വേറെ ഒന്നും എനിക്ക് കാണാൻ വയ്യ. നിങ്ങൾക്ക് വല്ലതും കിട്ടുകയാണെങ്കിൽ പറയടേ. സ്മാർട്ട് ഫോൺ ആൻഡ് ആക്സസറീസും കൂടെ നോക്കാം. പ്രീമിയർ സ്പീക്കർ, ഇയർപോഡ്, സൗണ്ട് ബാറ്, CMFൻ്റെ സാധനം നോക്കട്ടെ എന്തെങ്കിലും ഉണ്ടാകുന്നു. CMFൻ്റെ ഒന്നിനും ഇല്ല, ഓഫേഴ്സൊന്നും ഇല്ല. വാച്ചൊക്കെ സെയിം പ്രൈസ് തന്നെ, 5,000 രൂപ. OnePlus പാഡിന് 30,000 രൂപ. പഴയ സാധനമാണ്, നല്ല സാധനമാണത്. പക്ഷേ വൈഫൈ ഇത് ഇസ് എ ഗുഡ് പ്രോഡക്റ്റ്. ഇത് അത്യാവശ്യം സിനിമ കാണാനും മറ്റേതിനൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സാധനമുണ്ട്. ഈ ഒരു പ്രൈസിന് ഇത് കൊള്ളാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇവിടെ എന്ന് പറഞ്ഞാണ് ഞാൻ പോകണേ ചേട്ടാ. നിങ്ങൾക്ക് വേറെ വല്ല ഓഫറുകളൊക്കെ കാര്യമാണെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ വന്ന് ഇടറേ. അല്ലാതെ വേറെ എന്തിനാണ്. പിന്നെ നിങ്ങൾക്ക് ഈ ഓഫേഴ്സിനെയൊക്കെ പറ്റി എന്തിനാണ് പറയാനുള്ളതെന്ന് അഭിപ്രായം കൂടെ താഴെ ഒന്ന് പറയുക എന്ന് പറഞ്ഞിട്ട് ഞാൻ കണ്ട വഴി ഓടാൻ പോവുകയാണ്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ എന്നൊന്നും കൂടെ ആശംസിച്ചുകൊണ്ട് പോയി നോക്കി. ICICI ബാങ്കിലും ഞാൻ പറയേ, ആമസോൺ ആണെങ്കിൽ SBI, ഫ്ലിപ്കാർട്ട് ആണെങ്കിൽ ICICI. ഈ രണ്ടും ഉണ്ടോ അവർക്ക് പോവാം. എനിക്ക് ആകെ അല്ലാതെ തോന്നിയത് Realme GT 60 എന്ന് പറഞ്ഞ ഫോൺ മാത്രമാണ്. ഉള്ളത് പറയാമല്ലേ.